ിലെ സംഘപരിവാർ വിരുദ്ധ കൂട്ടായ്മയുടെ സംഘാടകനുമായ TN ജോയിയുടെ 60ാം പിറന്നാൾ ഒരു സംഘം സുഹൃത്തുക്കൾ ചേർന്ന് ആഘോഷിച്ചു. കൊച്ചിയിൽ നടന്ന ആ സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ചാണ് അടുത്തതായി. തനിക്ക് ശരിയെന്ന് തോന്നുന്ന മാർഗങ്ങളിലൂടെ വളരെ വ്യക്തിപരമായ അർത്ഥത്തിൽ തന്റേതല്ലാത്ത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിരന്തര യാത്രയാണ് TN ജോയിയുടെ ജീവിതം. ഇങ്ങനെ പറഞ്ഞാൽ TN ജോയിക്ക് ഇഷ്ടമാകുമോ? സംശയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നിന്നാൽ ഇതിൽ ഒരു വരി പോലും പറയാനാവില്ല എന്ന ബോധ്യത്തോടെ ആ സംശയത്തെ ആദ്യമേ ദൂരെ കളഞ്ഞു. ജോയി, ഉസ്മാൻ, ഉമ്മർ, സീമ, ആയിഷ, ജോർജ്, കരുണാകരൻ, പത്മനാഭൻ എന്നിങ്ങനെ സർവ്വസാധാരണമായ പേരുകളുമായി പതിനായിരങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പ്രത്യേക ഉസ്മാനെ കുറിച്ചോ ജോയിയെ കുറിച്ചോ പറയാൻ അയാളുടെ ഭൂതത്തെയോ വർത്തമാനത്തെയോ കൂട്ടുപിടിക്കേണ്ടി വരും. ഉദാഹരണത്തിന് മന്ത്രി, ജഡ്ജി അല്ലെങ്കിൽ മുൻ മന്ത്രി, റിട്ടയേർഡ് ജഡ്ജി എന്നിങ്ങനെ. TN ജോയിയുടെ കാര്യത്തിൽ മുൻ നക്സലൈറ്റ് എന്ന വിശേഷണം പ്രശ്നവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. താനൊരു ബ്യൂട്ടി കൺസൾട്ടന്റ് ആണ് എന്ന് TN ജോയി സ്വയം ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പ്രമുഖ ബ്യൂട്ടി കൺസൾട്ടന്റ് എന്നോ ബ്യൂട്ടീഷ്യൻ എന്നോ പരിചയക്കാരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ച് കാണുന്നില്ല. ആ മേഖലയിൽ എടുത്തു പറയത്തക്ക സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായി ഇല്ലാത്തതാവാം അതിന് കാരണം. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ TN ജോയിയുടെ ഏറ്റവും സജീവമായ വർത്തമാനത്തെ വിശേഷണത്തിനായി കൂട്ടുപിടിച്ചു. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇടതുപക്ഷ സഹയാത്രികനും കൊടുങ്ങല്ലൂരിലെ സംഘപരിവാർ വിരുദ്ധ കൂട്ടായ്മയുടെ സംഘാടകനുമായ എന്ന് അവതാരക TN ജോയിയെ വിശേഷിപ്പിച്ചത്. അടിയന്തരാവസ്ഥയുടെ എരുതിയിൽ നിന്നും തീവ്ര ഇടതുപക്ഷ സഹയാത്രികത്വത്തിന്റെ വറചട്ടിയിൽ നിന്നുമേറ്റ കടുത്ത പൊള്ളലുകൾ അലങ്കാരമാക്കാതെ, നൊസ്റ്റാൾജിയയുടെ പുലർക്കാല കുളിക്കടവിൽ ഈറനുടുത്ത് നിൽക്കാതെ വർത്തമാനത്തോട് സംവദിക്കാനുള്ള ജോയിയുടെ ജീവിതകാമനയും സഹൃദയത്വവുമായിരിക്കാം അദ്ദേഹത്തിന്റെ 60ാം പിറന്നാളിന് ഒത്തുകൂടാൻ വിവിധ മാനങ്ങളിലുള്ള സുഹൃത്തുക്കളെ പ്രേരിപ്പിച്ചത്. എറണാകുളത്തെ ബുക്ക് പോർട്ടിന് മുന്നിൽ നടന്ന ചടങ്ങിൽ K. വേണു, N. മാധവൻകുട്ടി, അബ്ദുൽ ഗഫൂർ, M. A. ജോൺസൺ, ബാബു ഭരദ്വാജ്, ചാൾസ് ജോർജ്, ദിലീപ് രാജ്, ഷഹബാസ് അമൻ, NK രവീന്ദ്രൻ, റഫീഖ് റാവുത്തർ, H. ഷാജി തുടങ്ങി പഴയവരും പുതിയവരുമായ ഒട്ടേറെ സുഹൃത്തുക്കൾ എത്തിച്ചേരുകയും പുസ്തകങ്ങളും പാട്ട് സീഡികളും കുപ്പായവും അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. ജോയി ആയിട്ടുള്ള എൻ്റെ ബന്ധം വളരെ ഒരു പ്രത്യേക തരത്തിലാണ്. ജോയിക്കും അറിയാം, എനിക്കും അറിയാമെന്നാണ് തോന്നുന്നത്. അത് വിശദീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ കാരണം രാഷ്ട്രീയവും അല്ലാത്തതുമായ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായ പല നിലപാടുകൾ എടുക്കുന്നു. വളരെ ശക്തമായ നിലപാടെടുക്കുന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ ഫോണിലൂടെയോ മറ്റു രീതിയിൽ ബന്ധപ്പെടുമ്പോൾ വളരെ വേറൊരു തരത്തിലുള്ള ഒരു വൈകാരിക ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതിന് വിശദീകരിക്കാമെന്ന് എനിക്കറിയില്ല. അത്രയേ ഉള്ളൂ. ആ ബന്ധമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ 60 തികഞ്ഞ് പ്രായപൂർത്തിയായി എന്ന് ജോയി തന്നെ പ്രഖ്യാപിക്കുമ്പോൾ, പ്രായപൂർത്തിയായി എന്ന് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ തെറ്റി പറയണമല്ല, എന്ന് ജോയി തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഒന്ന് കാണണം, എല്ലാവരും നിങ്ങളുടെ കൂടെ ഒന്ന് കാണാൻ തോന്നി. അതുകൊണ്ട് മാത്രം വന്നതാണ്, വേറൊരു വിഷയമില്ല. ശിഷ്ടകാലം വായിക്കാനുള്ള പുസ്തകങ്ങൾ ശേഖരിക്കലാണ് ആഘോഷത്തിന്റെ രഹസ്യമല്ലാത്ത അജണ്ട എന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അഭിമാനിയായ ഈ യാചകൻ. ഒരു ജന്മത്തിൽ പല ജന്മങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ഒരിക്കൽ ജോയി സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് വെള്ള ജുബ്ബയും കസവുമുണ്ടും അണിഞ്ഞ ഗുരുഭക്തിയോടെ 57ാം വയസ്സിൽ അരങ്ങേറ്റത്തിനായി നിൽക്കുമ്പോഴായിരുന്നു അത്. അതിന് മുൻപും പിൻപും പ്രതിഷേധത്തിന്റെയും ആസ്വാദനത്തിന്റെയും വേദികളിൽ TN ജോയി കയറിയിറങ്ങി നടന്നു. സംഘാടകനായി പ്രമുഖ പത്രപ്രവർത്തകൻ N. മാധവൻകുട്ടി പറഞ്ഞതുപോലെ വീടില്ലാതെ, കുടുംബമില്ലാതെ, പ്രവചനീയതയെ വെല്ലുവിളിച്ച് അലസചിന്തയെ ഡിസ്റ്റേബ് ചെയ്ത് അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ജോയി പങ്കിടും എന്ന് ഞാൻ വിചാരിക്കുന്ന 3 തരത്തിലുള്ള ഉദ്ധരണികൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. ഒന്ന്, പഴയ നല്ല കാര്യങ്ങളിൽ നിന്നല്ല ചിന്തയും വികാരവും തുടങ്ങേണ്ടത്, പുതിയ ചീത്തക്കാര്യങ്ങളിൽ നിന്നാണ്. അറിയുന്ന കാര്യങ്ങൾ വീണ്ടും പറയൽ അല്ല. അറിയാത്ത കാര്യങ്ങൾ പറയുന്ന ടാക്കോവ്സ്കി പറഞ്ഞ പോലെ ദൈവത്തിന് മാത്രം പറ്റിയതാണ്, ഒറിജിനൽ ആവുക. അറിയുന്ന കാര്യങ്ങളുടെ സംഭ്രമജനകമായ കാര്യങ്ങൾ അത് ഇനിയും പറയാൻ കഴിയും. ഇത് രണ്ടാമത്തേത്. ബ്യൂട്ടി കൺസൾട്ടന്റ് ആണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന TN ജോയി CPIM-നെ എതിർക്കുകയും അതിന്റെ കുറ്റവും കുറവും തിരയുകയും ചെയ്യുന്ന പുതിയ ഫാഷനെ അംഗീകരിക്കുന്നില്ല. പകരം തന്റേതായ ഫാഷനുകളും പക്ഷം ചേരലുകളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ചിന്റെ മേത്തലയിലെ സ്വാഗത സംഘം ചെയർമാനായി നിഷ്പക്ഷരെ ഡിസ്റ്റേബ് ചെയ്ത TN ജോയ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തോൽവിയിൽ വേവലാതിപ്പെടുന്നു. കൊടുങ്ങല്ലൂരിൽ സംഘപരിവാറിനെതിരായി കൂട്ടായ്മയുണ്ടാക്കി തല്ലുകൊള്ളുന്നു. ഇതിങ്ങനെ തുടരാൻ TN ജോയ്ക്കും നിരന്തരം ഡിസ്റ്റേബ്ഡ് ആവാൻ നമുക്കും കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹം. ഇന്ത്യൻ വിപ്ലവത്തിന്റെ യഥാർത്ഥ പാത എന്ന വിഷയം ഈ കുറിപ്പിന് പുറത്താണ്. എങ്കിലും തന്ത്രത്തിന്റെയും അടവിന്റെയും അടിയന്തര പരിസ്ഥിതിയും നമ്മുടെ കടമകളും എല്ലാം ലെനിൻ തന്നെ. പിൻവിളിപ്പാടുകൾ 79 ജൂൺ 25 കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിപ്പോവും. ബയാമിന്റെ ഒരു കൺസെപ്റ്റിന് ഉദ്ദേശിക്കുന്ന അതൊന്ന് വിശദീകരിക്കാൻ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബയാമിനൊക്കെ വരുന്നു. സെംബ്ലൻസ് ഓഫ് മെമ്മറീസ്, അതാണ് ഓർമ്മകളുടെ സാമ്യങ്ങളിൽ ഈ അപഭ്രംശത്തിന്റെയും നിയമത്തിന്റെയും എക്സെപ്ഷന്റെയും ലോയുടെയും ഡിസ്ക്രിപ്റ്റീവായ കാറ്റഗറീസിന്റെ വിവരണപരമായ ഗണങ്ങളുടെ സൂചനകൾ വിശദീകരിച്ചൊഴിവാക്കുക, എക്സ്പ്ലെയിനിങ് അവേ സാധ്യമല്ല. ഈവൻസ്, സംഭവങ്ങൾ ഓർമ്മയിൽ നിന്നെടുക്കുന്നത് അവ മറക്കാതിരിക്കുക കൂടിയാണ്. ജൂൺ 25 വെറും അമിതാധികാര പ്രയോഗം മാത്രമാണെങ്കിൽ അത് വീണ്ടും ജീവിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ലെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ പറയുന്നത്. 21 മാസത്തിന് ശേഷം വെളിച്ചത്തിലേക്ക് തുറക്കുമെന്ന് ഉറപ്പുള്ള ഒരു ജയിൽവാതിൽ ഇന്ത്യയുടെ ജൂൺ 25 ഒരു പുവർമാൻസ് ഫാസിസം മാത്രമായിരുന്നു. കോളേജ് വിദ്യാർത്ഥികളുടെ സുഹൃത്ത് ബന്ധത്തിലൂടെ ഇതൾ വിരിഞ്ഞ മ്യൂസിക് ആൽബത്തെക്കുറിച്ചാണ് കൊച്ചി മാഗസിനിൽ അടുത്തതായി